ഹലോ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ടാട്ടോ വന്നത്. ഞങ്ങൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ ഞങ്ങളെ പണികളൊക്കെ പെട്ടെന്ന് എങ്ങനെയാണ് തീർക്കുന്നതെന്നൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ അടുപ്പിൽ തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ചോറിനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ആട്ടോ വെക്കേണ്ടത്. അങ്ങനെ അതുകൊണ്ട് വേഗം നമ്മൾ അടുപ്പിൽ തീയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അവിടുന്ന് വെള്ളമൊക്കെ റെഡിയാകുമ്പോഴേക്ക് നമ്മൾ വേഗം കുടിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് എടുക്കാമെന്ന് കരുതി. കാരണം ഞങ്ങൾ കുടിക്കാനുള്ള വെള്ളം മാത്രം അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം നമ്മൾ അലക്കാനൊക്കെ ഉള്ളതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലിടാമെന്ന് കരുതി. അപ്പോൾ മെഷീനൊന്നും ഇല്ലാത്ത വീട് ഇപ്പോൾ മിക്കവാറും കുറവാണല്ലേ. അങ്ങനെ ഇനിയിപ്പോൾ താഴത്തേക്ക് കുറച്ച് വിറകും കൂടി എടുത്തിട്ട് പോകാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ അതും കൂടി എടുത്തതിന് ശേഷം നമ്മളിനിപ്പോൾ താഴോട്ട് പോകാമെന്ന് കരുതി. ഇനി പിന്നെ നമ്മൾ തേങ്ങയും കൂടി ഉരിച്ച് വെക്കണം കേട്ടോ. കാരണം നമ്മൾ ഇന്നേക്കുള്ള ചായക്കുള്ളതും പിന്നെ ചോറിന് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒക്കെ എടുത്ത് വെച്ചാൽ സമയത്ത് നമ്മൾ വീണ്ടും ഉരിച്ചെടുക്കണ്ടല്ലോ. അങ്ങനെ ആ സമയത്ത് വേഗം ചിരണ്ടി എടുക്കാമെന്ന് കരുതിയിട്ട് വേഗം തേങ്ങ ഉരിച്ചിട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ഓരോ കാര്യങ്ങളും വേഗം തീർക്കും കേട്ടോ. കാരണം മക്കളെ മൂഡ് എപ്പോഴാണ് മാറുകയെന്ന് അറിയില്ല. അപ്പോൾ അവരൊന്ന് കളിക്കുന്ന സമയം കൊണ്ടായിരിക്കും ഞങ്ങൾ പണികളൊക്കെ പെട്ടെന്ന് തീർക്കുക. അപ്പോൾ തേങ്ങ ഉരിച്ചതിന് ശേഷം ഇനിയിപ്പോൾ അത് കുറച്ച് ചിരണ്ടിയും കൂടിയും വെക്കാമെന്ന് കരുതി. എന്നാൽ പിന്നെ വേഗം എളുപ്പമാണല്ലോ, കറികൾക്കൊക്കെ വേഗം ഇതിൽ നിന്നങ്ങ് എടുത്താൽ മതി. അങ്ങനെ ഒരുവിധം പണികളൊക്കെ പുറത്ത് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ചായൻ്റെ ബാക്കി പരിപാടി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറുപയറും കപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടേനു. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങേൻ്റെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ അരച്ചിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ദോശ ആട്ടോ റെഡിയാക്കുന്നത്. ഉഴുന്ന് ദോശ അല്ല കേട്ടോ, നമ്മളെ പച്ചരീൻ്റെ ദോശയില്ലേ, അപ്പോൾ അതാട്ടോ റെഡിയാക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്കുള്ള അരപ്പ് ചേർത്തോട്ടോ. തേങ്ങയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അരച്ച് വെച്ചിട്ടുണ്ടേനു. അങ്ങനെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കണം. പിന്നെ നമ്മൾ ദോശ ചുടുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ഒരുപാട് ദോശയൊക്കെ ചുടാനുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് തന്നെ നിന്ന് സമയം കളയൂല കേട്ടോ. കാരണം ഓരോ ദോശ ചുട്ട് എടുക്കുന്ന സമയം നമ്മൾ വേറെ എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അതും കൂടിയും തീർക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മളെ തുടക്കലും അടിച്ചുവാരലൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ ഇടയ്ക്ക് വന്നിട്ട് ദോശയൊന്ന് നോക്കും. അപ്പോൾ നമ്മളെ കറിയും കൂടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദോശ ചുടുന്ന സമയം കൊണ്ട് ഇനിയിപ്പോൾ വേഗം പോയിട്ട് അടിച്ചൊക്കെ വാരി തുടച്ചൊക്കെ ഇടാമെന്ന് കരുതി. അപ്പോൾ ഏകദേശം ചായ കുടിച്ച് കഴിയുമ്പോഴേക്ക് ഞങ്ങളെ പണികൾ ഒരുവിധമൊക്കെ ഞങ്ങൾ ഒതുക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ വലിയ സമാധാനമാണ്. കാരണം ഭക്ഷണം ഉണ്ടാക്കുന്നതിലും പണിയാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് തീർക്കുക. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കുമ്പോൾ വലിയ ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഫുഡല്ലേ, അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ റിലാക്സ് ചെയ്തിട്ട് ഒരു ചായ കുടിക്കും കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കേട്ടോ ചായ കുടിക്കുക. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ബാക്കി ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി കാണിച്ച് നിങ്ങളെന്തെങ്കിലും ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രാവിലത്തെ ഞങ്ങളെ പണികളൊക്കെ നല്ല തീർത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലാണോ നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ.